ഈ പ്രവൃത്തിയുള്ള ഒരാളെ കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല. PM ശ്രീ പദ്ധതിയിൽ ഒരു പുതിയൊരു വിഷയം വരുന്നത് അതിൽ ഇടനിലക്കാരനായി അതാണ് വളരെ വ്യക്തമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണാൻ കഴിയുന്നത് BJP CPM സഖ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ മൊത്തം ഒരു കണക്ക് പരിശോധിച്ചാൽ 500ഓളം സീറ്റുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല. ഇവരുടെ ഏറ്റവും കരുത്തുണ്ട് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് 50 വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ്. പലയിടത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ഉള്ള സ്ഥലത്ത് BJP ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. BJPയുടെ സ്ട്രോങ് സ്ഥാനാർത്ഥിയുള്ള സ്ഥലത്ത് CPM ദുർബലരെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ക്ലിയറാണ്. ബ്രിട്ടാസ് തന്നെയാണ് പിണറായിയും നരേന്ദ്രമോദിയായിട്ടുള്ള ചർച്ചകൾക്ക് പലപ്പോഴും ഇടനിലക്കാരനായി നിൽക്കുന്നത്. പിണറായി ഡൽഹിയിൽ വരുമ്പോഴൊക്കെ ബ്രിട്ടാസാണ് അപ്പോയിൻമെൻ്റ് ഉൾപ്പെടെ ശരിയാക്കി കൊടുക്കുന്നത്. ഈ വിഷയത്തിൽ മാത്രമാണ് മൊത്തം പല കാര്യങ്ങളിലും മോഡിയായിട്ടുള്ള ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബ്രിട്ടാസാണ്. കഴിഞ്ഞ ഒക്ടോബർ 10 പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പിണറായി വിജയനെ കണ്ടപ്പോഴും അതിൻ്റെയും കോർഡിനേറ്റർ ബ്രിട്ടാസ് തന്നെയായിരുന്നു. ആ ചർച്ചയിലാണ് PM ശ്രീയിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനിക്കുന്നത്. ഒക്ടോബർ 10 മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്ന് ഈ രണ്ട് നേതാക്കളെയും കാണുന്നു. 16 ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഒപ്പുവയ്ക്കുന്നത്. 18 മന്ത്രി രാജൻ ഇതിനെക്കുറിച്ച് ക്യാബിനറ്റിൽ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി കൈമലർത്തുന്നു. ഇത് വളരെ ക്ലിയറാണ് ഈ ധാരണ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അത് ബാധിക്കും? ഒട്ടും ബാധിക്കില്ല. കാരണം പാർട്ടിയുടെ സ്റ്റാൻഡ് ക്ലിയറാക്കി കഴിഞ്ഞു. പാർട്ടിക്ക് ഇനി അയാളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ പോലീസ് ഇയാളെ പിടിക്കാതെ തന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ മുഖ്യ കാരണം ഇത് ലൈവായി നിർത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ കേരള പോലീസിന് ചുണയില്ല. ഇങ്ങനെ ഇത്രയും പ്രവൃത്തി കാണിക്കുന്ന ഒരാൾ ഒളിവിൽ കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനീ കേരള പോലീസ് മീശ വെച്ച് നടക്കുന്നതിനാണ്. മാത്രമല്ല, ഇതിപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നൊരാവശ്യം കുറേ സാങ്കേതികമായിട്ടുള്ള തീരുമാനം മാത്രമേ എടുക്കാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇനി ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കില്ല. ഈ പാർട്ടിയിലേക്ക് ഇനി ഒരു തിരിച്ചു ഒരാൾക്കുണ്ടാവില്ല. ഒരിക്കലും ഈ പ്രവൃത്തിയുള്ള ഒരാളെ കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല.